സഭ ആസ്ഥാനത്ത് മത്തായിക്ക് അന്ത്യശാസനവുമായി വിശ്വാസികൾ. മലങ്കര ഓർത്തഡോക്സ് സഭയെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു ചരിത്ര ദിനമാണ്. കാരണം ഒരു ഭദ്രാസനത്തിലെ വിശ്വാസി സമൂഹം ഗതികെട്ട് തങ്ങളുടെ സഭാധ്യക്ഷന്റെ ആസ്ഥാനത്ത് വന്ന് അവർ പ്രതിഷേധം നടത്തുന്നു. പല ക്രൈസ്തവ സഭകളിൽ നിന്ന് നമ്മൾ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ കണ്ടിട്ടുള്ളതാണ്. സഭാ നേതൃത്വത്തിനെതിരെയും അവർ നേരിടുന്ന പ്രശ്നങ്ങൾക്കെതിരെയും ശക്തമായി അവർ മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിലും ഓർത്തഡോക്സ് സഭയിൽ കാതോലിക്കയ്ക്കെതിരെ ഒരു വാക്ക് സംസാരിക്കുവാൻ ആരും ധൈര്യപ്പെട്ടിട്ടില്ല. അവർ എപ്രകാരം ഒരു ഏകാധിപത്യമായ രീതിയിലാണ് ആ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്നത്. സഭയും സഭയുടെ സകല സ്ഥാപന ജംഗമ വസ്തുക്കളും വിശ്വാസി സമൂഹവും എല്ലാം മലങ്കര മെത്രാപ്പോലിത്തയും കാതോലിക്കയുമായ ആ തലവന്റെ കീഴിലാണ് എന്ന ആ ഒരു താരിപ്പിന്റെ ആ ഒരു പഠിപ്പിക്കലിൽ ഈ അടിമവിശ്വാസികൾ അതനുസരിച്ച് തലകുനിച്ച് നിന്ന് പോവുകയാണ് പതിവ്. അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ ഒരു ശക്തമായ സമരമോ പ്രതിഷേധമോ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്നാൽ ഇന്നിതാ ഒരു ചരിത്ര നിമിഷം എന്ന് ഞാൻ പറയുവാൻ കാരണം, പാളയം സെയിന്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രലിലെ മാനേജിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇടവകയിലെ സകല ആധ്യാത്മിക പ്രസ്ഥാനങ്ങളുടെയും അമരത്തുള്ളവർ ചേർന്ന് ഇന്ന് സഭാ ആസ്ഥാനത്തെത്തി പ്രതിഷേധം നടത്തുകയാണ്. ഈ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഓർത്തഡോക്സ് സഭയുടെ സിനഡ് ഇന്ന് കൂടുകയാണ്. സിനഡ് എന്ന് പറഞ്ഞാൽ ഈ ചുവന്ന നൈറ്റിക്കാരന്മാർ നടത്തുന്ന വട്ടമേശ സമ്മേളനമാണ്. കാര്യമായ കാര്യമൊന്നുമില്ല. പക്ഷേ ഇതിനെ പരിശുദ്ധ സിനഡ് എന്നൊക്കെയാണ് ഉമാർ പറയുന്നത്. പക്ഷേ ഈ ചുവന്ന അങ്കിധാരികളുടെ ഈ വട്ടമേശ സമ്മേളനത്തിന്റെ മുന്നിലെത്തി ഈ തിരുവനന്തപുരത്ത് നിന്നും ഈ വിശ്വാസ സമൂഹം അവിടെ പ്ലക്കാർഡുമേന്തി പ്രതിഷേധം നടത്തുവാൻ കാരണം വളരെ രസകരമാണ്. ഒരു ക്രൈസ്തവ സഭയിൽ ഒരു വിശ്വാസികൾ നേരിടുന്ന പ്രശ്നം കേൾക്കുക. ആ ഇടവകയുടെ എക്സിസ്റ്റൻസിനെ തന്നെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് സഭാധ്യക്ഷൻ എന്ന പദവിയിലിരിക്കുന്ന ഈ മത്തായി മൂന്നാമൻ ചെയ്തു കൂട്ടുന്നത്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ വാർത്ത നൽകിയിരുന്നു. പാളയം സെയിന്റ് ജോർജ് കത്തീഡ്രലിന്റെ ഉടമസ്ഥയിലുണ്ടായിരുന്ന ബാവാപ്പറമ്പ് ഈ നാണംകെട്ടവൻ എന്ന് പറയുന്ന മത്തായി മൂന്നാമൻ വ്യാജരേഖകൾ ഉണ്ടാക്കി അത് സ്വന്തം പേരിൽ കൂട്ടുകയും അത് പിടിച്ചെടുത്ത് ഇയാളുടെ ഒരു ഉടായ്പ കേന്ദ്രം പണിയുവാനുള്ള ശ്രമവും നടന്നു. ആ വിശ്വാസ സമൂഹത്തോട് മാന്യമായി പറഞ്ഞ് അത് ഇന്ന ആവശ്യത്തിനാണെന്ന് പറഞ്ഞൊരു മര്യാദയ്ക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ ആ വിശ്വാസ സമൂഹം അതിനോടൊപ്പം നിൽക്കുമായിരുന്നു. എന്നാൽ ഇയാളുടെ ഈ കണ്ണന്തിരിവ്, ഇയാളുടെ ഈ അഹങ്കാരം, പഴയ കാളവണ്ടിക്കാരനാണ്, അറവുകാരന്റെ മകനാണ് എന്നതൊക്കെ മറന്ന് ആ പദവിയിലിരിക്കാൻ യാതൊരു യോഗ്യതയുമില്ല എന്ന കാര്യമൊക്കെ മറന്ന് ഇയാൾ ആ പഴയ മറ്റേ വാഴൂരിലെ ചട്ടമ്പിത്തരം പാളയത്തെ വിശ്വാസികളുടെ മുന്നിലെടുത്തപ്പോൾ നല്ല ഉശിരുള്ള പാരമ്പര്യമുള്ള മലങ്കര നസ്രാണികൾ നല്ല ചിമിട്ടം പണി കൊടുത്തു. വാഴൂർ മത്തായിയെ കണ്ടം വഴി ഓടിച്ചു. കയ്യൂക്കുകൊണ്ടല്ല, വളരെ നിയമപരമായി തന്നെ ഈ നാണം കെട്ടവനെ, ഈ പൈശാചികനെ പാളയം പള്ളിയിലെ വിശ്വാസികൾ ഓടിച്ചു. കോടതിയിൽ നാണം കെട്ടു. തൽസ്ഥിതി തുടരുവാൻ കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു കള്ളനായ ഒരു മെത്രാൻ, ഗബ്രിയേൽ എന്ന പേരുള്ള ഒരു കാട്ടുകള്ളൻ, അവനെ വിശ്വാസി സമൂഹം നിലയ്ക്ക് നിർത്തിയപ്പോൾ സഹികെട്ടിയാൾ രാജിവെച്ച് പുറത്തുപോയി. പകരം ഏതോ ഒരുത്തനെ ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ പാളയം പള്ളിയിൽ ഒരൊറ്റ മെത്രാന്മാരും കയറാൻ പാടില്ല എന്ന ഒരു ഫ്രഷ് ഇദ്ദേഹം ഇറക്കിയിരിക്കുകയാണ്. പാളയം പള്ളിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിനും സഭയിലുള്ള ഒരു മെത്രാന്മാരും പോകരുത് എന്ന ഒരു നിർദ്ദേശം ഇദ്ദേഹം നടത്തിയതിന്റെ പശ്ചാത്തലത്തിൽ ഒറ്റ മെത്രാന്മാർ പോലും ആ പള്ളിയിൽ ഇപ്പോൾ കയറുന്നില്ല. അങ്ങനെ നിരവധി പ്രശ്നങ്ങളാണ് അവിടെയുള്ളത്. അതുപോലെ പൊതുയോഗം കൂടാൻ സമ്മതിക്കുന്നില്ല. ഓർക്കുക, 1934 ഭരണഘടന അനുസരിച്ച് കൃത്യമായി ഒരു പള്ളി, ഒരു ഇടവക എങ്ങനെ ഭരിക്കപ്പെടണം എന്ന് കൃത്യമായി പറയുന്നുണ്ട്. പള്ളി പിടിച്ചു പറിക്കാൻ മാത്രം 34 ഭരണഘടന ഉയർത്തിക്കാട്ടുകയും എന്നാൽ സ്വന്തം സഭയുടെ കാര്യങ്ങൾ വരുമ്പോൾ ഇടവകയുടെ ഭരണത്തിൽ കയറി ഇടപെടുകയും ഇടവക ജനങ്ങളെ ഭരിക്കാൻ അനുവദിക്കാതിരിക്കുകയും അവരെ അടിച്ചമർത്തുകയും തങ്ങളുടെ അടിമകളായി മാറ്റുകയും ചെയ്യുന്ന ഈ പ്രവണതയ്ക്കെതിരെ 1934 ഭരണഘടന കൃത്യമായി മനസ്സിലാക്കിയ വിദ്യാസമ്പന്നരായ പാളയം കത്തീഡ്രലിലെ വിശ്വാസികൾ അതിനെതിരെ പ്രതികരിച്ചു തുടങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി സകല മാർഗങ്ങളും അവർ പരീക്ഷിച്ചു. പക്ഷേ ഈ മത്തായി മൂന്നാമൻ അയാളുടെ ആ കന്നന്തിരിവ് വീണ്ടും കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പഴയ വാഴൂരിലെ ആ തൊട്ടിത്തരം അയാൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് സഹികെട്ട് വിശ്വാസികൾ ഇന്ന് സിനഡ് കൂടുമ്പോൾ തന്നെ കൃത്യമായ അന്ത്യശാസനവുമായി പ്ലക്കാർഡുമേന്തി അവിടെ എത്തിയിരിക്കുന്നത്. ആ പ്ലക്കാർഡിൽ പറയുന്നത് കേൾക്കുക. ഇയാൾ ഇത് കണ്ടെങ്കിലും ഇയാൾക്കൊരു ബോധമുണ്ടാകുമോ? നല്ല ഇടയൻ ആടുകളെ കേൾക്കുന്നു. ഇത് ഇടയനല്ല, ഇതൊരു കാട്ടാളനാണ്, ഇതൊരു വേട്ടക്കാരനാണ് എന്ന്
ഈ പാവം വിശ്വാസി സമൂഹം അറിയുന്നില്ലല്ലോ. ഒരു നല്ല ഇടയനായിരുന്നുവെങ്കിൽ തങ്ങളുടെ ആടുകളെ കേൾക്കുമായിരുന്നു, ചേർത്ത് പിടിക്കുമായിരുന്നു. അതുകൊണ്ട് ഈ വാഴൂരിലെ ഈ പഴയ ചട്ടമ്പിക്ക് പാളയംപള്ളിയിലെ വിശ്വാസികൾ നൽകുന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ പ്ലക്കാർഡ്. നല്ല ഇടയൻ ആടുകളെ കേൾക്കുന്നു. അതുപോലെ തന്നെ അവർ കൃത്യമായി പ്ലക്കാർഡിലൂടെ പറയുന്നു, 150 years ഓഫ് ഫെയ്ത്ത് നോട്ട് ഫോർ സെയിൽ. സകലതിനെയും കട്ടുമുടിക്കുവാൻ ശ്രമിക്കുന്ന, വിറ്റുന്ന തുലയ്ക്കുവാൻ ശ്രമിക്കുന്ന ഈ മത്തായിക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഞങ്ങളുടെ പൈതൃകം, ഞങ്ങളുടെ പാരമ്പര്യം, ഞങ്ങളുടെ പിതാക്കന്മാർ കാത്തു സൂക്ഷിച്ച് സംരക്ഷിച്ചു വന്ന ഈ പ്രസ്ഥാനം വിറ്റുതുലയ്ക്കുവാൻ ഞങ്ങൾ അനുവദിക്കത്തില്ല എന്ന ശക്തമായ സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത്. അതുപോലെ ഇടവക സ്വത്തുക്കൾ രഹസ്യമായി കൈവശപ്പെടുത്തുവാനുള്ള ശ്രമം ഉപേക്ഷിക്കുക എന്നും അവർ ആവശ്യപ്പെടുന്നു. 1934 ഭരണഘടന പ്രകാരം ഇടവകളെ ഭരിക്കുവാൻ അനുവദിക്കുക എന്നും അവർ പ്ലക്കാർഡ് എന്തുന്നു. ഇന്ന് രാവിലെ 8:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ പാളയം സെയിന്റ് ജോർജ് കത്തീഡ്രലിലെ ഭരണസമിതിയും ഇടവകയിലെ ആധ്യാത്മിക സംഘടനകളുടെ തലവന്മാരും ചേർന്ന് നടത്തിയ ആ പ്രതിഷേധ സംഗമം ഒന്ന് കാണാം. തലസ്ഥാന നഗരിയിൽ നിന്നും മണിക്കൂറുകളോളം യാത്ര ചെയ്ത് ഈ വിശ്വാസി സമൂഹം കോട്ടയത്തെത്തി അവർ ഇപ്രകാരം പ്ലക്കാർഡ് പിടിച്ച് നിന്നപ്പോൾ ആ മത്തായി മൂന്നാമൻ എന്ന് പറയുന്ന വാഴൂർ മത്തായി അവരെ തിരിഞ്ഞു പോലും നോക്കിയില്ല. എന്താണ് അവിടെ സംഭവിക്കുന്നത് പോലും നോക്കിയില്ല. അയാൾ ഒരു ഇടയനായിരുന്നുവെങ്കിൽ അവരെ എല്ലാവരെയും കാണണ്ട, അതിലെ പ്രധാനികളെ വിളിച്ച് മക്കളെ എന്തിനാണ് നിങ്ങൾ വന്നത്, അവരെ സസതം കേട്ട് അത് പരിഹരിക്കാമെന്ന് ഒരു ഉറപ്പ് കൊടുത്തിരുന്നുവെങ്കിൽ അവർ സന്തോഷത്തോടെ മടങ്ങിപ്പോകുമായിരുന്നു. എന്നാൽ ഈ അൽപ്പൻ ഈ പിന്നാമ്പുറത്തൂടെ ഭരണഘടനയെ അട്ടിമറിച്ച് പിന്നാമ്പുറത്തൂടെ കയറി വന്ന ഈ വാഴൂർ മത്തായി ചെയ്തത് ആ പഴയ തൊട്ടിത്തരം തന്നെയാണ്. അവരെ കണ്ടില്ല എന്ന് നടിച്ചു. എന്നിട്ട് സിനഡ് സെക്രട്ടറിയായ ക്രിസോസ്റ്റമോസ് മെത്രാൻ വന്ന് ഇവരെ ഒന്ന് ആശ്വസിപ്പിച്ച് വിട്ടു എന്നാണ് നമുക്ക് അറിയുവാൻ സാധിക്കുന്നത്. അതുപോലെ ദേവലോകം എന്ന് പറയുന്ന ആ ആസ്ഥാനത്ത് വട്ടം കൂടിയിരിക്കുന്ന ചുവന്ന നൈറ്റിധാരികളും അവരുടെ എല്ലാം തലപ്പത്തിരിക്കുന്ന വാഴൂർ മത്തായിയും അറിയുന്നതിന് വേണ്ടി പറയുകയാണ്, ഈ അംശവസ്ത്രവും ഈ തലപ്പാവും ഈ അംശവടിയും കഴുത്തിൽ ഞാത്തിയിട്ടിരിക്കുന്ന ആ 3 മാലയുമെല്ലാം ഈ വിശ്വാസി സമൂഹത്തിന്റെ പേരിലിട്ടിരിക്കുന്നതാണെന്ന് നീയൊന്നും മറന്നു പോകരുത്. ഈ വിശ്വാസി സമൂഹം ഇന്ന് വളരെ സമാധാനപൂർവ്വം പ്ലക്കാർഡുമേന്തി മാന്യമായി നിന്ന് അവിടെ പ്രതിഷേധം അറിയിക്കുന്നത് ഒരു അന്ത്യശാസനമായി നീയൊക്കെ കണക്കാക്കണം. വളരെ മാന്യതയുള്ള ആളുകളാണ് ഇന്ന് അവിടെ വന്നിരിക്കുന്നത്. വീണ്ടും നീയൊക്കെ ഈ കണ്ണന്തിരിവ് കാണിക്കുകയും ഈ താൻപോരിമ കാണിക്കുകയും ഈ ഏകാധിപത്യം കാണിച്ച് വിശ്വാസികളുടെ നെഞ്ചിൽ കയറി അവരുടെ ക്ഷമ പരീക്ഷിക്കുവാൻ നോക്കിയാൽ നാളെ ഈ വിശ്വാസി സമൂഹം മുണ്ടും മടക്കി കുത്തി നിന്റെ അരമനയിൽ കയറി അവരുടെ കാല് നിന്റെ നെഞ്ചത്ത് വെക്കുമെന്ന കാര്യം നീ മറക്കരുത്. നിന്നെ പരിശുദ്ധ പിതാവേ എന്നും പറഞ്ഞ് നിന്റെ അംശവടിയിൽ മുത്തിയ വിശ്വാസികൾ നിന്റെ ആ താടിക്ക് പിടിച്ച് തറയിൽ ഉരയ്ക്കാൻ മടിക്കില്ല എന്ന കാര്യം നീയൊന്നും വിസ്മരിച്ചു പോകരുത്. കഴിഞ്ഞ നൂറ്റാണ്ടുകളായി ഞങ്ങളുടെ പിതാക്കന്മാർ ബഹുമാനം നൽകി ആദരിച്ച സഭാ നേതൃത്വമാണ് എന്നൊക്കെയുള്ള ആ ജനങ്ങളുടെ ആ കാഴ്ചപ്പാടൊക്കെ അവർ മറക്കും. നീയൊന്നും ഇതിന് അർഹരല്ല. കശാപ്പുമായി നടന്ന് കാളവണ്ടിയുമായി നടന്ന് ഏതോ ഒരു ദുർബല നിമിഷത്തിൽ ഈ വേഷം കെട്ടി വന്ന നിന്നെയൊക്കെ ചുമക്കേണ്ടി വന്ന വിശ്വാസികളുടെ ഗതികേട് അവർ എന്ന് മനസ്സിലാക്കുന്നു. അന്ന് നിന്റെയൊക്കെ അരമനയിൽ കയറി ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നിന്റെയൊക്കെ നെഞ്ചത്ത് കാലുവെക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതിനുള്ള കാലമെടുത്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. കാരണം ഇവരൊക്കെ മനസ്സിലാക്കും നീയൊക്കെ ആരാണെന്ന്. ഒന്നോർത്തു നോക്കുക, ഇത്തരം സ്വഭാവങ്ങൾ കാണിക്കുന്നു. ഇനി പ്രേക്ഷകർ കേൾക്കാൻ പോകുന്നതാണ് ഏറ്റവും രസകരമായ കാര്യം. എന്തുകൊണ്ടാണ് പാളയം കത്തീഡ്രലിലെ വിശ്വാസികൾ ഇന്ന് കോട്ടയത്തെത്തി സഭയുടെ ആസ്ഥാനത്തിന് പ്രതിഷേധം സംഘടിപ്പിച്ചത്?
അവരുടെ ആവശ്യങ്ങൾ ഇതൊക്കെയാണ്. അവരുടെ ഒന്നാമത്തെ ആവശ്യം എന്ന് പറയുന്നത് ഇടവക പൊതുയോഗം വിളിച്ചുകൂട്ടുക, ജീർണാവസ്ഥയിൽ നിൽക്കുന്ന പള്ളി പുതുക്കി പണിയുവാൻ അനുവദിക്കുക, സർക്കാരിന് സഭ സമർപ്പിച്ചിട്ടുള്ള ഇടവകയുടെ കണക്കുകൾ പ്രസിദ്ധീകരിക്കുവാൻ അവരെ അനുവദിക്കുക, ഇടവക സന്ദർശനം നടത്തുന്നതിനും കൂദാശകൾ നിർവഹിക്കുന്നതിനും സഭയിലെ മെത്രാപ്പൊലിത്തന്മാർക്ക് നൽകിയിട്ടുള്ള നിലവിലെ അപ്രഖ്യാപിത വിലക്കുകൾ പിൻവലിക്കുക, ഇടവക വസ്തുക്കളുടെ മേലുള്ള നിയമവിരുദ്ധമായ കയ്യേറ്റം അവസാനിപ്പിക്കുക തുടങ്ങിയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അവർ ഇന്ന് ദേവലോകം ആസ്ഥാനത്ത് എത്തിയത്. ഒരു സഭയുടെ, ഒരു ഭദ്രാസനത്തിന്റെ കീഴിലെ ഒരു കത്തീഡ്രലിലെ വിശ്വാസികളുടെ ഗതികേടാണിത്. അവിടെ ഒരു പൊതുയോഗം കൂടാൻ ഇയാൾ അനുവദിക്കുന്നില്ല. തലമുറകളായി അവർ നിധി പോലെ സൂക്ഷിച്ചു വന്ന, അവർ വിറ്റുതുലയ്ക്കാതെ കൈമോശം വരാതെ അവർ കാത്തു സൂക്ഷിച്ച, അവർ പരിപാലിച്ചു വന്ന വസ്തുവകകൾ വ്യാജപ്രമാണം ചമച്ച് തട്ടിയെടുക്കുവാൻ ശ്രമിക്കുന്ന ഇവനെ, ഈ വേട്ടാവളിയനെ, കാതോലിക്ക പരിശുദ്ധ പിതാവ് എന്നൊക്കെ വിളിക്കുന്നവരെ എന്ത് ചെയ്യണം നമ്മൾ? അതുപോലെ പള്ളി വളരെ പൈതൃകം പേറുന്ന വളരെ പഴക്കമുള്ള ഒരു പള്ളിയാണ്. തലസ്ഥാന നഗരിയുടെ ഹൃദയഭാഗത്ത് നിലനിൽക്കുന്ന ഒരു പള്ളിയാണ്. ഈ സഭയുടെ അഭിമാന സ്തംഭമായി മാറേണ്ടുന്ന ഒരു മോണമെന്റാണത്. അതിനെ നവീകരിക്കുവാനുള്ള അനുമതി പോലും നൽകുന്നില്ല. അതിനെ അട്ടിമറിക്കുവാൻ വേണ്ടി തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് അതിന് അനുമതി കൊടുക്കരുതെന്ന്. സ്വന്തം തായ്വേരറക്കുന്ന ഇയാൾ എങ്ങനെ സഭാധ്യക്ഷനാവും? നിയമപരമായ പോരാട്ടങ്ങൾ നടത്തി ഇടവക വിജയിച്ചു. ഈ സഭാധ്യക്ഷൻ എന്ന് പറയുന്നവൻ നാണം കെട്ടു. ഇന്ന് ഈ സിനഡ് കൂടുന്ന ദിവസം തന്നെ അവർ കോട്ടയത്തെത്തിയത്. വരുന്ന 31-ാം തീയതി സഭയുടെ മാനേജിംഗ് കമ്മിറ്റി കൂടുകയാണ്. സിനഡിലുമൊക്കെ ഇത് ചർച്ച ചെയ്യുമെന്നാണ് ഈ ഒരു നൈറ്റ് തൊഴിലാളി ഇവരോട് പറഞ്ഞിട്ടുള്ളത്. ചർച്ച ചെയ്താൽ ഇവന്മാർക്ക് കൊള്ളാം. പക്ഷേ ഇന്ന് നടന്ന ഈ പ്രതിഷേധ സംഗമത്തെ ഞങ്ങൾ ഓർത്തഡോക്സ് സഭയിലെ ആദ്യത്തെ ഒരു നിശബ്ദ വിപ്ലവം എന്ന് വിശേഷിപ്പിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇതൊരു സന്ദേശമാണ്. ഇതിനു മുമ്പ് ഒരൊറ്റ ഭദ്രാസനത്തിലെ ആളുകൾക്ക് പോലും ഈ കോട്ടയത്തെ പൈശാചിക, ഈ ദേവലോകം എന്ന് ഇവന്മാർ പറയുന്ന ഈ അസുരലോകത്തെത്തി ഒരു പ്രതിഷേധം നടത്തുവാൻ ആരും തുനിഞ്ഞിട്ടില്ല. എന്നാൽ തിരുവനന്തപുരത്തുള്ള ആ നസ്രാണികൾ അതിനുള്ള ചങ്കുറപ്പ് കാണിച്ചിരിക്കുകയാണ്. അവർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും പിന്തുണയും, നിങ്ങളുടെ സമാധാനപരമായ, നിങ്ങളുടെ സത്യസന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളും ഒപ്പമുണ്ടാകും. ഞങ്ങൾ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള വിശ്വാസി സമൂഹവും നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഇതുപോലെ താൻ പൊരിമ കാണിക്കുന്ന, ഏകാധിപത്യം നടത്തുന്ന, ഈ പൂച്ചാണ്ടി വേഷം കെട്ടിയിരിക്കുന്ന ഇവനെയൊന്നും ഒരു പരിധിയിൽ കൂടുതൽ നിങ്ങൾ ബഹുമാനിക്കാൻ പോകരുത്. ഇടവകയുമായി ബന്ധപ്പെട്ട സ്ഥാവര ജംഗമ വസ്തുക്കളുമെല്ലാം ഇടവക വിശ്വാസികളുടേതാണ്. നമ്മുടെ അപ്പനപ്പൂപ്പന്മാർ ഉണ്ടാക്കിയ സ്വത്തുക്കളാണ്. അതിൻ്റെ അമരത്ത് വന്നിരിക്കുന്ന ഈ ഇത്തിൽ കണ്ണികൾ അഹങ്കാരം കാണിച്ചാൽ ഇവന്മാരെ നിലയ്ക്ക് നിർത്തേണ്ടുന്നത് വിശ്വാസ സമൂഹത്തിൻ്റെ കടമയാണ്. അതുകൊണ്ട് ഇത്തരം കന്നന്തിരിവുകൾ ഉണ്ടാകുമ്പോൾ ഇടവകയുടെ സോവറിനിറ്റിയിലേക്ക്, ഇടവകയുടെ പരമാധികാരത്തിലേക്ക് കൈകടത്തുവാൻ ശ്രമിച്ചാൽ ആ കൈ പിടിച്ച് തിരിക്കേണ്ടുന്ന സമയം അതിക്രമിച്ചിരിക്കുകയാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.